സദ്യ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളെ കൂടി നമ്മളെ ഓർക്കുക. നമുക്കിനി വിശേഷങ്ങൾ പലയിടത്തും നമ്മൾ സദ്യയുടെ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പത്തനംതിട്ട നേരത്തെ പറഞ്ഞ പോലെ പത്തനംതിട്ടയിലെ ഇലവന്തിട്ട വളരെ പ്രശസ്തമായ ഒരു ഇടമാണ് പത്തനംതിട്ട. ഇലവന്തിട്ടയിൽ നിന്ന് അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാലേട്ട, ഓണമൊക്കെ ഏതുവരെയായി? ഇപ്പോൾ എവിടെയാണുള്ളത്? സദ്യ കഴിച്ചോ അതോ കഴിക്കാൻ പോവുകയാണോ? എന്താണ് വിശേഷം? തിരുവോണ ദിവസം ആയതുകൊണ്ട് തന്നെ ഏതൊരു വീട്ടിലും ഏതൊരു സമയത്തും ധൈര്യമായി കടന്നു ചെല്ലാം. കാരണം വീട്ടുകാർക്ക് ഒരു ആശങ്ക ഉണ്ടാവില്ല, വിരുന്നുകാരൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്നുള്ളൊരു ആശങ്ക ഏതുമില്ല. അങ്ങനെ ധൈര്യമായി കടന്നു ചെല്ലാം. ഞാൻ എൻ്റെ സഹപാഠികളായിരുന്ന രണ്ടുപേർ ഒന്നിച്ച് കൂടിയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണുള്ളത്. അരുണും അതോടൊപ്പം തന്നെ അനിലും. ഞങ്ങൾ ഡിഗ്രി കാലത്ത് കാതോലിക്കറ്റ് കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ഉള്ളത്. ഇവിടെ പരിപ്പ് വിളമ്പി ആ ഭാഗം അവർ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സാമ്പാറിനായി കാത്തിരിക്കുകയാണ്. അനിലിന്റെ അമ്മയാണ് പാചകത്തിൽ പ്രധാന റോൾ വഹിച്ചത്. അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷമായ വിഭവങ്ങൾ? പ്രത്യേകിച്ച് പരിപ്പ്, സാമ്പാറ്, മോര്, പുളിശ്ശേരി, കറി ഐറ്റം, പിന്നെ പച്ചടി, അവിയൽ, തീയൽ, തോരന്, മെഴുക്കുവരട്ടി, ഇഞ്ചി, മാങ്ങ, നാരങ്ങ, ഉപ്പേരി, അങ്ങനെ ഉള്ള വിഭവങ്ങൾ. പായസം എത്ര ഉണ്ട്? പായസം ഒരു കൂട്ടമേ ഉള്ളൂ. പറഞ്ഞു അത് മോളും മക്കളും ഒക്കെ കൂടെ അവരുടെ വീട്ടിലോട്ട് പോകും. അമ്മയും അച്ഛനെയും കാണാൻ ഉച്ചയ്ക്ക് ശേഷം. അപ്പൊ പിന്നെ ഇന്ന വേസ്റ്റ് ആയി പോകത്തേ ഉള്ളൂ. നമ്മൾ തന്നെ അല്ലേ കുടിക്കേണ്ടി വരും. ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളും ഇരുന്നാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് കുറച്ചേ വെച്ചുള്ളൂ. അപ്പൊ സാമ്പാർ വരട്ടെ. സാമ്പാർ എവിടെ? സാമ്പാറിന്റെ ആളുവാ എന്റെ കൂടെ പഠിച്ച, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ്. ആരുണ്ട് ഇപ്പൊ വിളമ്പിന്റെ റോളാണുള്ളത്. സാമ്പാർ വിളമ്പാൻ പോവാണ്. ഞാനും അനിലും അഭിലാലും ഒക്കെ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പം അഭിലാൽ പെട്ടെന്നൊരു ഇങ്ങനെ കയറി വരുമായിരുന്നു ഇത് ചെയ്യാനെ കൊണ്ട്. അപ്പം ഞങ്ങൾ ശരിക്കും പറയാൻ അതിശയിച്ചു പോയി. ഞാനും അനിലും ഒക്കെ ഇപ്പോഴാണ് കാര്യം, അദ്ദേഹം ബിസിനസ്സാണ്, ഞാൻ ഗൾഫിലാണ്. ഈ ഓണത്തിനാണ് ഒന്നിച്ച് കൂടാൻ പറ്റിയത്. പെട്ടെന്ന് അഭിലാൽ വന്നപ്പം ആകെപ്പാടെ ഇല്ലാത്തൊരു അങ്കലാപ്പിലായി പോയി. മോക്ക് ലേശം ചോറ് ഇട്ടെ, മോരടിച്ചു കൂട്ടാൻ. ദിവസത്തിന്റെ പാതി കഴിഞ്ഞു അല്ലേ? ഈ സദ്യ ഒരുക്കുക എന്നുള്ളതാണോ ഈ നമ്മുടെ ദിവസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സമയം? അതിനുവേണ്ടിയാണോ നമ്മൾ ദിവസത്തിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളോടൊപ്പം രാവിലെ വളരെ നാളിന് ശേഷം ഞങ്ങളോട് ഒന്നിച്ചു കൂടുന്നത്. അപ്പം മക്കളോടൊപ്പം ഞങ്ങൾ രാവിലെ കൂട്ടുകാരോടൊപ്പം അഭിലാലേട്ടനും സദ്യ കഴിച്ചോളൂ.